ഓക്കെ. അപ്പൊ നമ്മൾ വാട്സപ്പ് ആയിട്ട് അത് കണക്റ്റഡ് ആയി. ഇനി നെക്സ്റ്റ് അടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണം നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിനൊരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ട്. ഇപ്പൊ ഹൃതിക്കിന്റെ കമ്പനിയുടെ പേരാണോ പിക്സൽ? അല്ല, ജസ്റ്റ് ഞാനൊരു അല്ല, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെടാവും ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ചിലൊരു വിഷമോടി വരെ നല്ല പേര് സ്റ്റാർട്ടപ്പ്. തുടങ്ങിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഇനി നെക്സ്റ്റ് അടിക്കുക. ഇനി നെക്സ്റ്റ് ഡൺ. നിങ്ങളുടെ പേജ് ഇപ്പോഴാണ് നിങ്ങളുടെ പേജ് കംപ്ലീറ്റ് ആയത്. വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പേജ് ഇപ്പോഴാണ് പക്കയായത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് എഡിറ്റ്, കവർ ഫോട്ടോ ഒക്കെ ചെയ്യാം, എല്ലാം എഡിറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ആകെ ഉള്ളത് 0 ലൈക്സ് 0 ഫോളോവറാ. മോളി പോട്ടെ. നിങ്ങൾക്കുള്ളത് 0 ലൈക്സ് 0 ഫോളോവർ. അവിടേക്ക് മൗസ് കൊണ്ടുവന്ന് ഇതേപോലെ പോലെ അല്ല. റൈറ്റ് സൈഡ് മോളി പോട്ടെ, റൈറ്റ് സൈഡ് മോളി പോട്ടെ, മുകളിലേക്ക് പോട്ടെ, റൈറ്റ് സൈഡ് പയ്യെ കുറച്ച് പോവാം കേട്ടോ. റൈറ്റ് സൈഡ് മോളി പോട്ടെ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണ്ട. മതി മതി മതി. വെയിറ്റ്. അവിടെ പിക്സൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഴുതിക്കുന്നുണ്ട്. അതിന്റെ താഴെ കണ്ട 0 ലൈക്സ് 0 ഫോളോവർ കണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫോളോവറെ ലൈക്സിന് കൂട്ടണം. എങ്ങനെ കൂട്ടണം? നിങ്ങളുടെ ഈ പേജ് നിങ്ങളുടെ ക്ലയന്റിനും നിങ്ങളുടെ പൊട്ടൻഷ്യൽ ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയാണ് അത് കൂട്ടണേ. കാരണം അതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് എ വെൽക്കം പോസ്റ്റ്, ഇൻവൈറ്റ് ഫ്രണ്ട്സ് ടു ലൈക്ക് യുവർ പേജ്, ലിങ്ക് ടു യുവർ വെബ്സൈറ്റ്. പല ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പോയി ഫില്ല് ചെയ്യണം. ഇൻവൈറ്റ് ഫ്രണ്ട്സ്, 1-2 ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തോളൂ. അപ്പൊ അത് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന്. റൈറ്റ് എ വെൽക്കം പോസ്റ്റ്, ലിങ്ക് ടു യുവർ വെബ്സൈറ്റ്. മറ്റേ വെബ്സൈറ്റ് വിക്സ് പറഞ്ഞൊരു ആപ്പ് സൈറ്റ് ഇല്ലേ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും? വെബ്സൈറ്റ് വിക്സ് പറഞ്ഞിട്ട് വെബ്സൈറ്റ് വിക്സ് ഉണ്ടാകുന്ന വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് പല കാര്യമുണ്ട്. നമ്മൾ ആ ടോപ്പിക് എടുക്കുമ്പോൾ പഠിക്കും എങ്ങനെ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാം എന്നുള്ളത്. ഇനി ആ ലിങ്ക് ടു യുവർ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്തേ. കണ്ട, നിങ്ങൾക്ക് ആ വെബ്സൈറ്റിന്റെ സോഷ്യൽ എല്ലാ അഡ്രസ്സോടെ കൊടുക്കാം. ക്ലിയർ ആയോ? ആഡ് സോഷ്യൽ ലിങ്ക് കൊടുക്കാം, വെബ്സൈറ്റ് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന് അത് കൊടുക്കാം. പ്രൈസ് റേഞ്ച്, സർവീസസ്, ആഡ് സർവീസസ് ക്ലിക്ക് ചെയ്തേ. ഡെലിവറി, ടേക്ക് ഔട്ട്, ഔട്ട്ഡോർ, പ്രൈസ് റേഞ്ച്. ഇത് മോളിൽ പോട്ടെ, മുകളിലേക്ക് പോട്ടെ. ഇത് നിങ്ങൾ ഇവിടെ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കണം. ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മോളിൽ പോട്ടെ. ഇനി അത് ആ പോസ്റ്റ് ക്ലിക്ക് ചെയ്യും. പോസ്റ്റ് മുകളിലൊരു ഹെഡിങ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട്. അവിടെ പലതരം ഹെഡിങ് ഉണ്ട്. ലീവ് പേജ് എടുക്കും, ലീവ് പേജ് അല്ല, സോറി, സ്റ്റേ ഓൺ പേജ്. മതി ഇരിക്കട്ടെ. അവിടെ പലതരം ഹെഡിങ് ആണ്. പോസ്റ്റ് ഉണ്ട്, അബൌട്ട് ഉണ്ട്, മെൻഷൻസ് ഉണ്ട്, റിവ്യൂസ് ഉണ്ട്, ഫോളോവർ ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, മോർ ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഇനി നിങ്ങൾക്ക് ഈ പേജിലൊക്കെ പോസ്റ്റ് ഇടാം. ഓക്കെ, അത് ഞാൻ ഇന്നലെ കാണിച്ചത്. റൈറ്റ് വെൽക്കം പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ കണ്ട, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം വെൽക്കം ടു മൈ ഫേസ്ബുക്ക് പേജ്. വെൽക്കം ടു ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് പറയുക, ഇമേജിനൊക്കെ നോർമലി കാണുന്ന പോലെ കേട്ടോ. വെൽക്കം ടു മൈ ഫേസ്ബുക്ക് പേജ്. എഴുതാ, ഫുൾ സ്റ്റോപ്പ് ഇട്ട് എഴുതാം. കീപ് വിസിറ്റിംഗ് ഫോർ അപ്ഡേറ്റ്സ്. പോസ്റ്റ് അടിയാ. പബ്ലിഷ് ഒറിജിനൽ പോസ്റ്റ്. നിങ്ങളുടെ പോസ്റ്റ്, ഫസ്റ്റ് പോസ്റ്റ് വന്നു. ഒന്ന് റൈറ്റ് സൈഡ് പൈ താഴേക്ക് താത്തി. ഒന്നും താത്തി.
പോസ്റ്റോടെ പോയി മോളി പോട്ടെ. ഓക്കെ, എവിടെ പോയത് പേജ്? ഓക്കെ, ഇനി വാട്ട്സ് ഓൺ യുവർ മൈൻഡ് എന്നുണ്ടോ? വരും കുഴപ്പമില്ല, ഡോണ്ട് വറി. ആ വാട്ട്സ് ഓൺ യുവർ മൈൻഡ് ക്ലിക്ക് ചെയ്ത് അവിടെ വെറുതെ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്ത് ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാണ്ട പിന്നീട്, ഡോണ്ട് വറി. പോസ്റ്റ് ചെയ്യും. റൈറ്റ് സൈഡ് താഴേക്ക് താത്തി അത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ അതിനൊരു ലൈക്ക് കൊടുത്ത്, അതാണ്. ഇനി ഒരു കമന്റ് കൊടുത്ത് താഴെ കമന്റ് കൊടുക്കുക. എന്തെങ്കിലും താഴെ കൊടുത്തു തരാം, സൂപ്പർ എന്തെങ്കിലും കൊടുക്കും. നൈസ്. പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അവിടെ പോസ്റ്റ് ചെയ്തോളൂ. ഗുഡ്. ഇനി അത് ക്ലോസ് ചെയ്യാം, പോസ്റ്റ് ക്ലോസ് ചെയ്യും മുകളിൽ. അതായത് നിങ്ങൾ ഇതിനെയാണ് കണ്ടത്. ഇപ്പൊ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു, അതിന് റൈറ്റ് സൈഡ് താഴേക്ക് തന്നു. ഞാൻ നിങ്ങൾ മോളോട്ടേക്ക് പോകാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വിട്ട് വേറെ പോകരുത്, അവിടെ കിട്ടെ. നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് ഇട്ടു, അതിന് ലൈക്ക്, കമന്റ്, സെൻഡ്, അതിനാണ് എൻഗേജ്മെന്റ് എന്ന് പറയാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു പോസ്റ്റിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിന്റെ എൻഗേജ്മെന്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എത്ര പേര് ലൈക്ക് ചെയ്തു, കമന്റ് ചെയ്തു, വ്യൂ ചെയ്തു, ഷെയർ ചെയ്തതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു പോസ്റ്റിന്റെ എൻഗേജ്മെന്റ്. ക്ലിയർ ചെയ്യാം, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് പേജ്, എന്താണ് പോസ്റ്റ്, എന്താണ് അക്കൗണ്ട്, ഇതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടിയല്ലോ. നിങ്ങൾക്ക് ഇവിടെ മനോഹരമായ പോസ്റ്റുകൾ, വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വീഡിയോസുകളും ഈ പേജിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ പേജിന് ഫോളോവറും വ്യൂസ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം ഫ്രണ്ട്സിനെയൊക്കെ ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇടുന്ന പോസ്റ്റ് ആരെങ്കിലും ലൈക്ക്, ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ വിജയമാണ്. അതിനെയാണ് പറയുന്നത് ഓർഗാനിക് ട്രാഫിക് എന്ന് പറയും. പൈസ കൊടുക്കാണ്ട് നമുക്ക് ട്രാഫിക് കൊണ്ടുവരാം. അതിനപ്പുറമാണ് ഓർഗാനിക് ട്രാഫിക് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഓർഗാനിക് ട്രാഫിക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര നേട്ടമായിരിക്കും. കാരണം അതിൽ നിന്ന് ഭയങ്കര ക്വാളിറ്റി വിസിറ്ററും ക്വാളിറ്റി ബിസിനസ്സുകളൊക്കെ നടക്കാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനോഹരമായ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അട്രാക്റ്റീവ് സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കണം. എന്നാ മാത്രമാണ് അത് പറ്റൂ. ക്ലിയർ ആയോ? എനി ഐഡിയ, എനി ഡൗട്ട്? ഇനി നിങ്ങളുടെ ഇവിടെ കണ്ടത് നോട്ട് എറ്റ് റേറ്റഡ് റിവ്യൂസ് എന്നുണ്ടല്ലേ, ഇൻട്രൊഡക്ഷന്റെ താഴെ ഇൻട്രോ ബയോ കണ്ടില്ലേ? നമുക്ക് മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ച് റിവ്യൂ ഇടാം. നിങ്ങളൊരു കാര്യം ചെയ്യാമോ, ആ പേജ് ഒന്ന് ചാറ്റിലിട്ട്, ഞാനിപ്പോ എന്നെ കാണിച്ചു. ആ പേജ് മോളിൽ നിന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ചാറ്റിലിടാം. സ്ക്രോൾ ചെയ്യണ്ടെന്ന്, സ്ക്രോൾ ചെയ്യണ്ട. മുകളിൽ URL കണ്ടോ, facebook.com/profile. അതാണ് URL. അത് കോപ്പി ചെയ്യുക, ചാറ്റിലിടാം. അതിനെ URL എന്നാണ് പറയുന്നത്. അത് കോപ്പി ചെയ്തിട്ട് ചാറ്റിലിടാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു റിവ്യൂ ഇട്ട് തരാം. കോപ്പി ചെയ്യാം. വെരി ഗുഡ്. ചാറ്റിലിട്ടോളൂ, താഴെ ചാറ്റിലിടാം. ചാറ്റ് കണ്ടോ? ഞാനൊരു ഹായ് ഇട്ടിട്ട് ചാറ്റിലിട്ടു. ഗുഡ്. ഞാൻ നമുക്ക് നമ്മുടെ നിങ്ങളുടെ പേജിൽ എനിക്ക് വേണമെങ്കിൽ റിവ്യൂ ഇടാം. ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ പേജിനെ ലൈക്ക് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ലൈക്ക് കാണിക്കും അവിടെ. ഞാൻ ലൈക്ക് ചെയ്തു. ഇനി ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവ്യൂ ഇടാം. ഉണ്ടോ? ഡു യു റെക്കമെൻഡ് പിക്സെൽസ് കൊടുത്തു. എനിക്ക് അതിൻ്റെ അതുപോലെ തന്നെ എക്സലന്റ് സർവീസ് റെക്കമെൻഡ്.
ഓക്കെ, നിങ്ങൾ സ്ക്രീൻ ഷെയർ ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്ത്, സ്ക്രീൻ ഓൾറെഡി ഷെയർ ആണല്ലേ. ഇനി ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്തേ. വെരി ഗുഡ്. ഞാനിപ്പോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഒരു ലൈക്ക് എന്നുണ്ടോ മോള്? മനസ്സിലായോ? ഇനി ഞാൻ പയ്യെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. താഴേക്ക് താഴ്ത്തി പയ്യെ താത്ത, റൈറ്റ് സൈഡ് താഴേക്ക് താത്ത. കണ്ടോ, 1 റിവ്യൂ ഉണ്ടോ? 1 റിവ്യൂ ഉണ്ടോ? 1 റിവ്യൂ. ആ, അത് ക്ലിക്ക് ചെയ്തേ. താഴേക്ക് താത്ത. കണ്ട, മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ ഇത് നിങ്ങളുടെ ഒരു പേജ് പോലെ നിങ്ങൾക്ക് കാണാം. നിങ്ങളൊരു വെബ്സൈറ്റ് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ എല്ലാ സർവീസും ഫോളോവറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന സർവീസുകൾ എല്ലാം നിങ്ങൾക്ക് ഈ പേജിൽ ക്രിയേറ്റ് ചെയ്യാം. അവരെ കൊണ്ട് റിവ്യൂ ഇടിക്കാം. നിങ്ങളുടെ അബൌട്ടിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ വ്യക്തമായിട്ട് കാണിക്കാം. കൃത്യമായി നല്ല നല്ല ഫോട്ടോസുകൾ ഇടാം. ഇവന്റുകൾ നിങ്ങളുടെ എല്ലാ കാര്യം ഫേസ്ബുക്ക് പേജ് ചെയ്യണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫേസ്ബുക്ക് പേജ്. നമ്മുടെ ഇപ്പൊ ഞാനായി നമ്മുടെ ഫേസ്ബുക്ക് പേജ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണ്. 11,000-12,000 ലൈക്സ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ലൈക്ക് ഉണ്ടെന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട് 1 മില്യൺ ലൈക്സ് ഉണ്ടാവും, പക്ഷെ അവരിടുന്ന കണ്ടന്റ് നല്ലതല്ലെങ്കിൽ 1000 പോലും റീച്ച് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആകെ 10 ലൈക്ക് ഉണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങൾ ഇടുന്ന കണ്ടന്റ് നല്ലതാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് 1 മില്യൺ റീച്ച് കിട്ടും. കണ്ടന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. നല്ല കണ്ടന്റ് ഉണ്ടാക്കിക്കോ, അത് ആൾക്കാർ ഇഷ്ടപ്പെടും. ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഫേസ്ബുക്ക് അതിനൊന്നും കൂടി ബൂസ്റ്റ് ചെയ്യും. ഒരുപാട് പേരെ ഫേസ്ബുക്ക് തന്നെ എത്തിച്ചോളും. അതാണ് ഓർഗാനിക് കണ്ടന്റുകൾ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ, നിങ്ങളുടെയൊക്കെ ഒരു എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലുള്ള വിജയം, ഇത് ടൂള് പഠിക്കുന്നത് ഈസ് ഫൈൻ. നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കാൻ പഠിച്ചു, നിങ്ങൾ പേജ് അങ്ങനെ കിടന്ന് വെട്ടിക്കില്ലേട്ടാ. ഇവിടെ ശ്രദ്ധിക്കുക പ്ലീസ്. നിങ്ങളൊരു പേജ് ഉണ്ടാക്കാൻ പഠിച്ചു. പേജ് ഉണ്ടാക്കാൻ എന്നുള്ളത് 10 മിനിറ്റ് ഉള്ളൂ. അതിലെങ്ങനെ ക്രിയേറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സ്മാർട്ട്നെസ്. അവിടെ നിങ്ങൾ വിജയിച്ച നിങ്ങൾ അൾട്ടിമേറ്റ് ആണ്. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഫാത്തിമയുടെ ബിസിനസ്, ഫാത്തിമയ്ക്ക് എന്തിന്റെ ബിസിനസ് ആന്ന് പറഞ്ഞത്? മാറ്റിന്റെ ബിസിനസ്. ഇപ്പൊ ആ മാറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫാത്തിമ നിങ്ങളുടെ കമ്പനിക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കണു. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പറ്റിയതാണ് ഫേസ്ബുക്ക് പേജ്. കാരണം മാറ്റ് അങ്ങനത്തെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ ഒരു 30-40 ആ ഒരു ഫാമിലി ആൾക്കാരെ വാങ്ങണേ. നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നല്ലൊരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട് നോക്കിക്കോ. അത് റീച്ചായി ലൈവായി നിങ്ങൾക്ക് അതിന് ഒരുപാട് ബെനിഫിറ്റുകൾ വരും. അതാണ്, അവിടെയാണ് നിങ്ങളുടെ ബ്രില്യൻസ്. അതിനാണ് പറഞ്ഞ ഓർഗാനിക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക്, അതുപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജ്. ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ വരാം. ക്ലിയർ ആയി? അപ്പൊ നമുക്ക് ഓരോന്നും ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി ആ മോർമ ക്ലിക്ക് ചെയ്തേ. മോളിൽ മോറ്, അതന്നെ, വെരി ഗുഡ്. അവിടെ അവിടെ ഞാൻ ഒരു സാധനം ഉണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? ഇവന്റ് ഉണ്ട്. നിങ്ങൾ ചില ഇവന്റുകൾ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്ക് പേജിൽ. ഇവന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് കാണിച്ച് ഇവന്റ് ക്ലിക്ക് ചെയ്തേ. ഇവന്റ്സ് കണ്ടോ? റൈറ്റ് സൈഡിൽ കണ്ട ക്രിയേറ്റ് ഇവന്റ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാം. അതാണ് മുകളിൽ ഇവന്റ് നെയിം. നിങ്ങൾക്ക് ഇവന്റിനെ പറ്റിയ ഒരു ഇമേജ് വേണമെങ്കിൽ മുകളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാൻവ പോയിട്ട് ക്രിയേറ്റ്. ഇപ്പൊ ഇവന്റിന്റെ പേര് കൊടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യാം. ഇനി ആ ഇവന്റ് എന്നാന്ന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നാളെ ഡേറ്റ് കൊടുക്കുക. നാളെ സ്റ്റാർട്ട് ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നാളത്തെ ഡേറ്റ് കൊടുക്കുക. കണ്ടോ? ഈ ടൈം ഇരുന്ന് ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്ത. റൈറ്റ് സൈഡ് താഴേക്ക് താത്ത. കണ്ടോ? മതി. എൻഡ് ഡേറ്റ് ഈസി ടോൺ പേഴ്സണൽ വെർച്വൽ അത് സെലക്ട് ചെയ്യുക. അല്ല, അതിന്റെ മോള് പയ്യെ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വെർച്വൽ കൊടുക്കാം. വെർച്വൽ കണ്ടോ? ഫേസ്ബുക്ക് ലൈവ്
schedule a Facebook live for your event. അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ക്ലിയർ? വാട്ട് ആർ ദ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ദിസ് ഇവന്റ് ഡിസൈൻഡ് ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആൻഡ് ബിസിനസ് ഓണേഴ്സ്. This event designed for working professionals and business owners. And business owners. Right side താഴേക്ക് താത്ത. കണ്ട this event anyone owner of Facebook will be able to see it once it publish. Okay. ഇനി ക്രിയേറ്റ് ഇവന്റ് കൊടുത്തോളൂ. ഇവന്റ് ക്രിയേറ്റ് ആയി നിങ്ങളുടെ പേജിൽ അത് വരും. നിങ്ങളുടെ പേജ് ആരൊക്കെ ഫോളോ ചെയ്യണോ അവർക്കൊക്കെ കാണാൻ പറ്റും. അവർ തന്നെ വേണമെങ്കിൽ ഇവന്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയും. ചിലപ്പോൾ അവർ തന്നെ ഇവന്റ് ആർക്കെങ്കിലും ഷെയർ ചെയ്യും. നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടോ പല ഇവന്റുകളും? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും? വേറെ ആരെങ്കിലും? ലൈവ് കണ്ടിട്ടുണ്ട്. ആ ലൈവ് കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇവന്റുകൾ. അതൊക്കെ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത്. അത് ക്ലോസ് ചെയ്യാം. എന്തൊക്കെ ഇവന്റ് ഇൻവൈറ്റ് ചെയ്യാന്നാണ് കാണിച്ചിരിക്കുന്നത്. കണ്ട ഇവന്റ് അവിടെ വന്നു. മനസ്സിലായോ? നിങ്ങളെ ഇവന്റ് ബൂസ്റ്റ് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അത് നമുക്ക് പെയ്ഡ് വെർഷൻ ആണ്. അല്ല പേയ്മെന്റ് കൊടുത്തിട്ടുള്ള പരിപാടിയാണ്. മോളി പോട്ടെ. കണ്ട നിങ്ങൾക്ക് മുകളിൽ നല്ലൊരു ബാനർ കൊടുക്കാം. ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഇവന്റുമായി ബന്ധപ്പെട്ട ഒരു ബാനർ കൊടുക്കാം. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇവന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവന്റ് ഇൻവൈറ്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും കാര്യത്തിനൊക്കെ. ഇനി വേറെ ഇവന്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ഒന്നും കൂടി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് 2 മാസം ഒരു വർഷം പഠിച്ചാൽ തീരില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നു, കുറെ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ബാക്കി നിങ്ങൾ തന്നെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ ഇതിൽ പുതിയ ഒരു ഡിജിറ്റൽ മാർക്കറ്റർക്ക് നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്നത്, സാറ് ഡൗട്ട് വരുമ്പോൾ ചോദിക്കുന്നു. അപ്പൊ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർക്ക് വേണ്ട ഒരു ക്വാളിറ്റി ആണെന്ത്? എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് സ്വയം കണ്ടെത്തുക. കാരണം എപ്പോഴും പ്രശ്നങ്ങൾ വരുന്ന സാധനമാണ്, എപ്പോഴും അപ്ഡേറ്റുകൾ വരുക. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം. ഇൻഡിപെൻഡന്റ് ആവാന്ന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ചെയ്ത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃതിക്കിന്റെ കാര്യം പറയാം. ഹൃതിക്ക് നല്ല ടോപ്പിക്ക് പഠിച്ചു. ഹൃതിക്ക് എനിക്ക് ഉച്ചയ്ക്ക് ഒരു മെസ്സേജ് ഇട്ട് സാർ അത് കിട്ടണ്ടായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കൂടി ട്രൈ ചെയ്യുന്ന വൈകിട്ടായപ്പോൾ ആൾക്ക് കിട്ടി. അതാണ് ട്രൈ ചെയ്യുക. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും, എക്സ്പെർട്ട് ആവും. ഓക്കെ, ഇനി ഒന്ന് ബാക്കിലേക്ക് പോട്ടെ. അല്ലല്ല, ടോപ്പിൽ ബാക്കിൽ, ലെഫ്റ്റ് സ്ക്രീനിന്റെ ലെഫ്റ്റില് ബാക്ക് ഉണ്ട്, ഏറ്റവും ടോപ്പില്, ഏറ്റവും മുകളില്, അതിന്റെ മുകളിൽ ബാക്ക് അടിക്കുക. ഇനി നിങ്ങളുടെ പേജായി വീണ്ടും. ഇനി വീണ്ടും ഓർമ്മ ക്ലിക്ക് ചെയ്ത് അവിടെ ഗ്രൂപ്പ്സ് ഉണ്ട്, ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. നോ ഗ്രൂപ്പ്സ് ടു ഷോ. ക്ലിയർ ആയോ? ഒന്ന് റൈറ്റ് സൈഡ് മോളിൽ പോട്ടെ. കാരണം നിങ്ങളുടെ ഇവന്റ് ഒക്കെ താഴെ കാണിക്കുകയാണ്. ഇനി ഒന്നും കൂടി ഓർമ്മ ക്ലിക്ക് ചെയ്തേ. അതേപോലെ വീഡിയോസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. ഒന്ന് താഴേക്ക് താത്ത്. ബുക്സ്, മൂവീസ്, നിങ്ങൾ ലൈക്സ് ക്ലിക്ക് ചെയ്തേ. മോർമ്മ ക്ലിക്ക് ചെയ്തേ. അപ്പൊ എല്ലാം കാണാം. ഒന്ന് താഴേക്ക് താത്തിയേ. ഇത്രേ ഉള്ളൂ. താഴേക്ക് താത്തി. മാനേജ് സെക്ഷൻസ് ക്ലിക്ക് ചെയ്ത് കണ്ട. നിങ്ങൾക്ക് മുകളിൽ കുറെ ഹെഡിങ് കണ്ടില്ലേ? അതിൽ ഏതെങ്കിലും ഒരു ഹെഡിങ് വേണമെങ്കിൽ ഇവിടെ അൺചെക്ക് ചെയ്താൽ മതി.
ക്ലിയർ ആയോ? അപ്പൊ മ്യൂസിക് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സെഷൻസ് ഇതിലൊന്നും ഇതൊരു കോംപ്ലിക്കേറ്റഡ് സാധനമല്ല. നിങ്ങൾക്ക് അത് എന്തിനാ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നാണ് അറിയേണ്ടത്. അത് ക്യാൻസൽ ചെയ്യാം. ഈ സേവ് കൊടുത്തത് കുറച്ചാഴ്ച ഒരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? ശ്രുതി ഐഡിയ കിട്ടിയോ? കിട്ടി സർ. കൺഫ്യൂഷൻ ആണോ? ചെയ്യാത്തോണ്ടൊരു കൺഫ്യൂഷൻ. അത് ചെയ്യാനേ പറ്റൂ. ആ. ചെയ്യുമ്പോ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അക്കൗണ്ട് ഉണ്ടായതിൽ ഇപ്പൊ അക്കൗണ്ട് ആയി, ഇനി പേജ് വരും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ചെയ്ത് അങ്ങനെയാണ് അതിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കണേ. ചെയ്ത് നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാ സാധനവും നിങ്ങളുടെ കയ്യിലായി. ക്ലിയർ ആയോ? ഒന്നും പഠിക്കാണ്ട് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെ അവിടുന്നോട്ട് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയാണ്. അതാണ് എക്സ്പെർട്ടിൽ, അതാണ് നിങ്ങൾ ചെയ്ത് പോണെന്ന് പറയുന്നത്. ഹൃതിക്ക് കുറച്ച് ഐഡിയ കിട്ടണ്ട? കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. എന്താണ് ഫേസ്ബുക്ക് അക്കൗണ്ട്? എന്താണ് ഫേസ്ബുക്ക് പേജ്? എത്ര പേജ് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഈ പേജ് ഉണ്ടാക്കി, നിങ്ങളുടെ ഈ പേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസർ ആഡ് ചെയ്യാം. അതാണ് സ്ക്രീനിന്റെ ലെഫ്റ്റിൽ സെറ്റിംഗ്സ് എടുത്ത് സ്ക്രീനിന്റെ ലെഫ്റ്റിൽ കണ്ട സെറ്റിംഗ്സ്, ആ പേജിന്റെ സെറ്റിംഗ്സ് ആണ്. ഇതില് ക്ലിക്ക് ചെയ്യും. ആ പേജുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സ് വരട്ടെ. ഒന്ന് സ്ക്രീനിന്റെ ലെഫ്റ്റ് താഴേക്ക് താത്തി ഒന്നും കൂടി താത്തിയേ. ഒന്നും കൂടി താത്തിയേ. അവിടെ ആക്സസ് ആൻഡ് കൺട്രോൾ കൊടുത്ത് ആക്സസ് ആൻഡ് കൺട്രോൾ. ഹൃതിക്കിന്റെ നെറ്റ് ഏതാ? എന്നോട് ഇന്നലെ ആരോ ചോദിച്ചിട്ട് പേജ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്. അല്ല, ഒന്നും കൂടി പോട്ടെ, താഴേക്ക് വന്നേ. ആക്സസ് ആൻഡ് കൺട്രോൾ. ഇവിടെയാണ് ഈ പേജ് ഡിലീറ്റ് ചെയ്യാം, ഡീആക്ടിവേറ്റ് ചെയ്യാം. ഇന്നലെ എന്നോട് ആരോ ചോദിച്ചത്. ക്ലിയർ ആയോ? നിങ്ങൾക്കൊരു പേജ് വേണ്ട, നിങ്ങൾക്ക് അതിന് ഡിലീറ്റ് ചെയ്ത് കളയാം, ഡീആക്ടിവേറ്റ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇവിടെ ക്യാൻസൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെ ഒരു പേജ് ഉണ്ടാക്കുക, വെറുതെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതൊക്കെ എല്ലാം നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യണം. എന്നാലാണ് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കൂ. ഇനി ആ പേജ് ഡീറ്റെയിൽസ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് സ്ക്രീനിന്റെ ലെഫ്റ്റിൽ പേജ് ഡീറ്റെയിൽസ്. പേജ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിന്റെ എല്ലാ സാധനങ്ങളും വന്നു. എന്താ ഇനി വീണ്ടും സ്ക്രീനിന്റെ ലെഫ്റ്റിൽ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് പയ്യെ ഒന്ന് താഴേക്ക് താഴ്ത്തി ആക്സസിബിലിറ്റി ഉണ്ട്, ആക്സസിബിലിറ്റി അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ. ഇനി ഒന്നും കൂടി സ്ക്രീനിൽ ലെഫ്റ്റ് താഴേക്ക് വന്ന് പേജ്, റീൽസ്, ഫോളോവർ, പബ്ലിക്, പേജ് ആൻഡ് ടാഗ് താഴേക്ക് വന്ന് അവിടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലീഗൽ ടേംസ് ഓഫ് സർവീസ്. നിങ്ങൾ കുറച്ച് ടേംസ് ഓഫ് സർവീസും കുറച്ച് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ റോങ്ങും കാര്യങ്ങളൊക്കെ പലതരം കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സൈറ്റിന് ഫേസ്ബുക്ക് പേജിനെ തന്നെ അവർ ബ്ലോക്ക് ചെയ്ത് കളയും. ക്ലിയർ ആയോ? ചിലതരം കണ്ടന്റുകൾ ഉണ്ട്, അത് ഇടരുന്ന് പറയാറുണ്ട്.
ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ്, അത് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? ഒന്ന് ലെഫ്റ്റ് മോളിൽ പോട്ടെ. ഫാത്തിമ ക്ലിയർ ആണോ? പയ്യെ പോട്ടെ, പയ്യെ മോനും പോട്ടെ. മോളിൽ പോട്ടെ, മോളിൽ പോട്ടെ. ലെഫ്റ്റ് പോട്ടെ, മുകളിൽ. ഇത്രേ ഉള്ളൂ, കുറച്ചുണ്ടല്ലോ മുകളിൽ. ആ കുറച്ച് ഓക്കെ. ബാക്ക് അടിക്കും. ബാക്ക് അടിച്ചോ? ഇനി പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് അവിടെയും ക്ലിക്ക് ചെയ്യാം, പേജിന് താഴെയും ക്ലിക്ക് ചെയ്യാം. കണ്ടോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഓരോ പേജിന് കണ്ടോ, ഇത് ലാസ്റ്റ് 28 ഡേയ്സ് പേജ് ഓവർവ്യൂ ഉണ്ടോ? ഫസ്റ്റ് ഹെഡിങ് ആണ് മുകളിൽ, പേജ് ഓവർവ്യൂ. ഒരു ഫോളോവർ വന്നു. ലാസ്റ്റ് 28 ഡേയ്സ് എത്ര പോസ്റ്റ് റീച്ച് കിട്ടി, എൻഗേജ്മെന്റ് കിട്ടി, ലൈക്ക് കിട്ടി. അപ്പോൾ ഓരോ റീസെന്റ് കോണ്ടന്റ് കണ്ടോ? താഴെ കണ്ടോ റീസെന്റ് കോണ്ടന്റ്? അതിന് ഓരോ പേജിനും ഓരോ പോസ്റ്റിന് എന്ത് കിട്ടി, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒന്നും കൂടി റൈറ്റ് സൈഡ് താഴേക്ക് താത്തി. ഇതിനാണ് ഇൻസൈറ്റ് എന്ന് പറയും. പൈ താത്ത കണ്ടോ? എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് സി ഓൾ ഇൻ മെറ്റാ ബിസിനസ് സ്യൂട്ട്. മെറ്റാ ബിസിനസ് സ്യൂട്ട് നിങ്ങൾ പഠിപ്പിക്കും കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. അത് ഒരു അഡ്വാൻസ് ആണ് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അതിലൂടെയാണ് കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അപ്പൊ നിങ്ങളൊരു 15 പോസ്റ്റ് ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏത് പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നേക്കണേ, കമന്റ് വന്നേക്കണേ, ഏത് പോസ്റ്റാണ് ഏറ്റവും റീച്ച്, നമുക്ക് മൊത്തത്തിൽ എത്ര റീച്ച് കിട്ടി. ഇതിനപ്പുറമാണ് ഇൻസൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അനലിറ്റിക്സ് എന്ന് പറയും, ഡേറ്റ എന്ന് പറയും. ഇവിടെ നോക്കിയിട്ടാണ് നമ്മുടെ പേജിന് എത്ര സക്സസ് ആണ്, പേജ് എത്ര പേർക്ക് റീച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കാണാം. അതാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്. ഐഡിയ ഉണ്ടോ? ശ്രുതി മനസ്സിലാവണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഫാത്തിമ മനസ്സിലാവുന്നുണ്ട്. ചെയ്യാൻ പറ്റണില്ലല്ലേ? പേജ് വരാത്തോണ്ടേ അതേ അത് പ്രശ്നം. പേടിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലായി പേജിന്റെ ഇമ്പോർട്ടൻസ്. നാളെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൽ ഇതൊന്നും വേണ്ടെന്നാണ്. ശരിയായിരുന്നോ? അതാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണേ. നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ പല കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി പേജ് ഉണ്ടാക്കണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഡിഫിക്കൽട്ടീസിനൊക്കെ അങ്ങനെയാണ് ഓരോ ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ തന്നെ ചെയ്യുമ്പോൾ ചില കിട്ടില്ല. കൃത്യത്തിനാണെങ്കിൽ ചെയ്തപ്പോൾ കിട്ടിയില്ല, ഉച്ചയ്ക്ക് കിട്ടിയില്ല, വൈകിട്ടായപ്പോൾ കിട്ടി. നിങ്ങൾക്ക് ഇന്ന് കിട്ടിയില്ല, അപ്പൊ നാളെ ശരിയാവും. അങ്ങനെയാണ് അതിന്റെ പരിപാടി. ഓക്കെ. അപ്പൊ അത് കീപ് എഫേർട്ട് ഇട്ട്. ഞാൻ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞു. ഞാൻ ചില കാര്യങ്ങളുടെ ചോദ്യങ്ങൾക്ക് 2 വർഷം കഴിയുമ്പോൾ ആൻസർ കിട്ടണം. ചില കാര്യത്തിന് ആൻസർ കിട്ടുന്ന 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഞാൻ എൻ്റെ ഫീൽഡ് മാറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ആൻസർ കിട്ടില്ല. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ്. കാരണം ഇത് നിങ്ങളെപ്പോഴും എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഒരു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സാധനം ഒരുമിച്ച് എല്ലാം പഠിക്കാൻ. അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇതിലുണ്ടാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ. ക്ലിയർ ആയോ? ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട്, ചില കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അടുത്ത് പഠിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാവും. നമ്മൾ നേരെ 1-ാം ക്ലാസ്, നമുക്ക് 6 വയസ്സായിട്ടുള്ളൂ അല്ലെങ്കിൽ 7 വയസ്സായിട്ട് നേരെ നമ്മൾ 10-ാം ക്ലാസ് പോയി ജോയിൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതിനൊരു ഘട്ടമാണ്. എല്ലാത്തിനും അങ്ങനെയാണ്. ക്ലിയർ? അപ്പൊ നിങ്ങളത് ചിലത് ഇങ്ങനെ ട്രൈ ചെയ്യുക. കീപ് ട്രൈയിങ്. അതിനൊരു ഫോക്കസ് വേണം. എന്താണ് ഫേസ്ബുക്കിനെ കുറിച്ചൊരു ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് അതായത് 40 കോടി, അപ്രോക്സിമേറ്റ്ലി 40 കോടി ജനമാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്.
Can you imagine? 40 crore. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് അത് വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് റീച്ചാണ് ഈ സാധനം. അതുകൊണ്ടാണ് പറഞ്ഞ് ടൂളുകളൊക്കെ ഇറ്റ് ഈസ് ഫൈൻ. നമ്മൾ എങ്ങനെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാവുന്നത് നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധമുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അവിടെയാണ് ക്രിയേറ്റീവ് കോൺസെപ്റ്റ് വരാം. നിങ്ങൾ അവിടെ എന്തിനും പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ കഴിവ്. കണ്ടപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് തരം കണ്ടന്റാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. കുറച്ചാഴ്ച ഒരു ഐഡിയ കിട്ടിയോ? എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും തോട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം ആർക്കും. സുൽഫിക്ക് ഇത് അത്യാവശ്യം അറിയുന്നതാണല്ലേ? സർ എന്റെ പേജ് ഒന്ന് ചെക്ക് ചെയ്യോ? ഇന്ന് ഞാൻ ജോബിന്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്തിട്ടുണ്ട്, ക്യാൻവയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ലാപ്പിൽ നിന്നല്ല ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്, മൊബൈലിൽ നിന്നാണ്. ലാപ്പിൽ വൈഫൈ കണക്ട് ആവുന്നില്ല ട്രൈ ചെയ്തിട്ടും. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് വാട്സാപ്പിൽ ഒന്ന് ഷെയർ ചെയ്തുതരാം സാർ, ഒന്ന് നോക്കൂ. ജസ്റ്റ് ഇന്നൊന്ന് ക്രിയേറ്റ് ചെയ്തൊരു പേജാണ്. വാട്സാപ്പിൽ ഞാനൊന്ന് ലിങ്ക് ഷെയർ ചെയ്യട്ടെ? വേറെ ആളൊരു പേജ് നമ്മുടെ ഇതൊക്കെ എങ്ങനെ എടുക്കാം? അത് നമുക്ക് അതില് യൂസറിനെ നമുക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെ? അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ പുതിയ അക്കൗണ്ടിന് ഫീച്ചർ വരാമെന്ന് അറിയില്ല. ഒന്ന് സ്ക്രീനിൽ ലെഫ്റ്റ് എടുത്തേ, ബാക്ക് പോട്ടെ ഇതിന് ബാക്ക് അടിച്ച് അതായത് നമുക്ക് യൂസർ ആഡ് ചെയ്യാം. ബാക്ക് എടുത്ത് ഒരു മിനിറ്റ്. ആക്സസിബിലിറ്റി അല്ലല്ലോ, താഴേക്ക് താത്തി പയ്യെ പോണോ. ഒരു മിനിറ്റ്. ഹൗ പോസ്റ്റ് സ്റ്റോറീസ് താഴേക്ക് വന്നേ. ഫോളോവർ പേജ് ആൻഡ് ടാഗിങ്. പേജ് ടാഗിങ് അല്ല, താഴേക്ക് വന്നേ. അക്കൗണ്ട് ആക്സസിലാണ് സാധാരണ പേജ്. ഇത് ഫേസ്ബുക്കിന്റെ പേജിൻ്റെതല്ലേ? അതെ, പേജിന്റെ ലോഗിൻ. താഴേക്ക് വന്നേ. ലിങ്ക്ഡ് അക്കൗണ്ട് എടുത്തൊക്കെ. ലിങ്ക്ഡ് അക്കൗണ്ട് ആയിരിക്കാം. അല്ല, അത് നിങ്ങൾ വേറെ അക്കൗണ്ട് കണക്ട് ചെയ്തിരിക്കും. താഴേക്ക് വന്ന് ആക്സസ്. താഴേക്കോ അതല്ല, താഴേക്കോ സ്ക്രോൾ ചെയ്യും. ആക്സസ് ആൻഡ് കൺട്രോൾ ആണ് വരുന്ന സാധനം. ആക്സസ് ആൻഡ് കൺട്രോൾ എടുത്ത്. പക്ഷെ ഇവിടെ ഇത് കാണിക്കുന്നുള്ളൂ. ഒന്നും കൂടി എന്റെ പേജിൽ കാണിച്ചു തരാം. പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണോ? എന്റെ ഞാൻ കാണിച്ചു തരാം. ഒറ്റ സെക്കൻഡ്. സുൽഫി ഇട്ടായിരുന്നോ? സാർ ഞാൻ വാട്സാപ്പിൽ ലിങ്ക് അയച്ചിട്ടുണ്ട് പേജിന്റെ.
ബിസിനസ് സൂട്ടിലായിരിക്കണം, അതാണ് വരാത്ത. ഫാത്തിമ ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ, അത് പറ്റും 100% കേട്ടോ. ആ ഒരു സെക്കൻഡ് ആയിക്കോട്ടെ. സുൽഫി എടുക്കട്ടെ. അല്ല ഇങ്ങനെ കാണിച്ചിട്ട് എന്തിട്ട് സുൽഫി ഉദ്ദേശിക്കുന്നത്? ഓക്കെ, പേജ് ഇട്ടിട്ടുണ്ട് അല്ലേ. സാർ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിന്റെ ഒരു ഓ സ്ക്രീൻഷോട്ട് കണ്ടു കണ്ടു അയച്ചിട്ടുണ്ട്. കണ്ടു കണ്ടു. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ഓക്കെ, നല്ലതാണ്. നിങ്ങളുടെ പേജ് കുറച്ചും കൂടി ഇതാവണം കേട്ടോ. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് പേജ് പഠിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതൊരു പോസ്റ്റർ നിങ്ങളെ ഒക്കെ പിന്നെ അടിപൊളി കണ്ടു. ഇപ്പൊ നിങ്ങളുടെ ഒരു പേജ് കണ്ടോ, ഒരു പ്രൊഫഷണൽ ഫീൽ കണ്ടോ ഇതിന്? ഇത് കണ്ടോ, ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടോ? ഇൻട്രൊഡക്ഷൻ, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ്, പോസ്റ്റുകൾ ഉണ്ടോ? ഇങ്ങനെയാണ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണേ. അത് ക്യാൻവയില് ചെയ്തതാണ് ഇന്ന്. വെരി ഗുഡ്. ആളെ എഡ്യൂക്കേഷന് തന്നെ ഭാഗമാണ്, അതുകൊണ്ടാണ് ആൾക്കത് കിട്ടുന്നത്. അതേപോലെ നിങ്ങൾ പോസ്റ്റുകൾ ഇടുമ്പോൾ ഓരോ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കണം. കണ്ടോ, ഇവിടെ ആൾ ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ടുണ്ടോ? ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഷ്ടാഗ് കിട്ടാലാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരൂ, അല്ലെങ്കിൽ നല്ല റീച്ചിലേക്ക് പോവുള്ളൂ. ഉണ്ടോ? അതാണ് ഹാഷ്ടാഗ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് പോസ്റ്റുമായി ബന്ധമുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഫാത്തിമ നിങ്ങൾ പേടിക്കണം, കാരണം നിങ്ങൾക്ക് പേജ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിലാവില്ല. പേജ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ? സാർ ഈ ലോഗോ ഒക്കെ ക്യാൻവയിൽ ചെയ്യാൻ പറ്റും നമുക്ക്? പിന്നെ 100% ക്യാൻവയിൽ എല്ലാം പറ്റും. അല്ലെങ്കിൽ ലോഗോന്റെ തന്നെ സൈറ്റുകളുണ്ട് ഇഷ്ടം പോലെ. അല്ലെങ്കിൽ ലോഗോന്റെ ചില AI ടൂളുകളുണ്ട്. ക്ലിയർ ആയോ? ഈ ലോഗോന്റെ AI ടൂൾ വെച്ച് നമുക്ക് ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം. അടിപൊളി AI ടൂളുകളുണ്ട്. നിങ്ങളായാലും ചില AI ടൂളുകൾ ഉപയോഗിക്കുക. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഇപ്പൊ ഒരു ബാനർ ഒക്കെ ഉണ്ടാക്കാൻ എല്ലാത്തിനും AI ഉണ്ട്. ഞാൻ AIയുടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും. ഓക്കെ, ഒരു മിനിറ്റ്. ഈ ഇപ്പൊ സുൽഫി ഇവിടെ ഒരു ബാനർ ഉണ്ടല്ലോ, ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു, ഇപ്പൊ ഞാൻ നിങ്ങളെ ക്യാൻവ പഠിപ്പിച്ചെന്നുള്ളൂ. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ചെറിയ ടൂൾ വച്ചിട്ടായിരിക്കും ബാനറുകൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന ബാനറിന് ക്വാളിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ബാനർ എങ്ങനെയുണ്ട്? ക്വാളിറ്റി ഉണ്ട്. ഇത് ക്യാൻവയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊരു ഫോട്ടോഷോപ്പില് ക്രിയേറ്റീവ് ഡിസൈനർ ചെയ്യുന്നതാണ്. മനസ്സിലായോ? ഒരു ക്യാൻവയിൽ ഉണ്ടാക്കുന്ന, അപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവയിൽ ഒരു ചെറിയ ഡിസൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ 10,000 കൊടുത്തതും അതിനെ പ്രൊമോട്ട് ചെയ്യും. ക്ലിയർ ആയോ? അതിന് പകരം അത്യാവശ്യം ഒരു ഫ്രീലാൻസറെ കൊണ്ട് നല്ലൊരു ബാനർ ഉണ്ടാക്കിപ്പിക്കുക. കാരണം ആ ബാനർ ഒരുപാട് പേരെടുത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഹൃതിക ക്ലിയർ ആയോ? ഇല്ല, ക്ലിയർ ആയി. ഇത് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. എനിക്ക് ക്യാൻവ ഫോട്ടോഷോപ്പ് പറയുന്നത്, പക്ഷെ എനിക്ക് ആ ക്രിയേറ്റീവ് ഇങ്ങനത്തെ ബാനർ ഉണ്ടാക്കാനുള്ള ക്ഷമ എനിക്ക്. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. അതാ പറഞ്ഞത്, നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ ആയിരിക്കണം. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങൾ ക്രിയേറ്റീവിന്റെ പുറകെ ഒരുപാട് മണിക്കൂർ കൊണ്ട് ഡിസൈൻ ചെയ്യാൻ ഇരിക്കരുത്.
ഇപ്പൊ ഈ ബാനർ നിങ്ങൾ വേണേ ഒരു 5 മണിക്കൂർ ഇന്നാലും നിങ്ങളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒരു 500 600 അവിടെ 1000 രൂപ കൊടുത്തു ഒരാളെ കൂടി ഇട്ട് നിങ്ങൾക്ക് ബാനർ കിട്ടി. ഈ ബാനർ എങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാം? നിങ്ങൾ ടാർഗറ്റ് അവിടെ ആയിരിക്കണം നിങ്ങളുടെ ചിന്ത വരണ്ടേ. ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോഴും നിൽക്കണതിന്റെ കാര്യം എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ആണ്. നമ്മൾ ലീഡുകൾ എടുക്കാൻ പഠിക്കണം. എല്ലാവർക്കും വേണ്ടത് ലീഡ്സ് ആണ്, എൻക്വയറി ആണ്. അറ്റ് എൻഡിൽ ആരും നോക്കുന്നില്ല ബാനർ ആണോ വീഡിയോ ആണോ അതിന്റെ ക്വാളിറ്റിയിൽ നോക്കണം. എൻക്വയറി ഉണ്ടോ, അതിന് അഡ്മിഷൻ ഉണ്ടോ, ബിസിനസ് ഉണ്ടോ എന്നാണ്. കോൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ ശ്രുതി? ഫാത്തിമ, ഞാൻ ആ പേജിനെ നോക്കട്ടെ. നമ്മുടെ ഇപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പേജസുകളും ഇപ്പൊ എന്റെ തന്നെ പേജസുകളായാലും ശരി, വലിയ സെലിബ്രിറ്റീസിനായാലും നമുക്ക് പല യൂസറേയും ആഡ് ചെയ്യാം, അവർക്കത് മാനേജ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ഇതിന്റെ ചില ഫീച്ചറുകളൊക്കെ മാറിക്കാണ്. ചിലത് ഇപ്പൊ മെറ്റാസ്യൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ. മെറ്റാസ്യൂട്ടാണ് ഏറ്റവും അഡ്വാൻസ്ഡ്. എല്ലാം അതിൽ മാനേജ് ചെയ്യാവുന്ന മെറ്റാസ്യൂട്ട് ഞാൻ അതിലേക്ക് കൊണ്ടുവരാം. അത് നിങ്ങൾ ആദ്യം ഈ ഫേസ്ബുക്കിൽ കടന്ന് ഇങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്താലാണ് ഓരോന്നിന് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളുണ്ടാക്കി കൺഫ്യൂഷനൊക്കെ മാറി ക്യാൻവയൊക്കെ ഉപയോഗിച്ച് ഈ ടൂളും ഈ സിസ്റ്റമായിട്ട് നിങ്ങൾ കംഫർട്ട് ആയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. ശ്രുതി, സുൽഫിയുടെ പേജ് നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടം. നല്ലതെന്ന് വെച്ചാൽ നിങ്ങളത് എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു പ്രൊഫഷണൽ പേജ് പോലെ ഇരിക്കണം. ക്ലിയർ ആയോ? ഒരു പഠിക്കാൻ വേണ്ടി മനസ്സിലായി അല്ല ഞാൻ പറയണ. പക്ഷെ എന്ത് നിങ്ങൾ ചെയ്യുമ്പോഴും ഒരു പ്രൊഫഷണൽ ലെവൽ. ഇപ്പോഴത്തെ കാര്യത്തിലെ പറഞ്ഞു, നിങ്ങളൊരു വർക്കിലേക്ക് വരുമ്പോൾ ഒരാൾക്കാർക്ക് ഓരോരുത്തരെ സാധനങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും അതിനൊരു ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എന്തുണ്ടായാലും അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊരു ബാനറൊക്കെ ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ ഉണ്ടാക്കി തീർക്കണം. കാരണം നമ്മളൊരു എഡ്യൂക്കേറ്റേഴ്സിന് ഒരു വർക്ക്ഷോപ്പ് ഒക്കെ കാണിക്കുമ്പോൾ ഞാൻ അതിൽ ബാനറിന് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ബാനർ തോന്നണം ഈ ബാനർ നല്ല റിസൾട്ട് ആയ ബാനറാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി ഹൃദിക സ്ക്രീൻ ഷെയർ ചെയ്തേ. ഹൃദിക്ക് ഫുൾ പണിയാണ്ട്. ഗുഡ്. ഫേസ്ബുക്ക് പേജ് എടുത്തേ. ബാക്ക് എടുത്തേ. ബാക്ക് എടുക്ക. ഒന്നുകൂടി ബാക്കോട്ടെ. ശരി, ഇതാണ് നമ്മുടെ പേജ്. ഇപ്പൊ ഹൃദിക്കിന് എത്ര ലൈക്ക് ഉണ്ട് പേജിന്? 1. ഹൃദിക്കിന് വേണമെങ്കിൽ നാളെ 5000 ലൈക്ക് ആക്കാം. എന്താണ് ഓപ്ഷൻ? പ്രൊമോട്ട് ചെയ്യ. കറക്റ്റാ, പ്രൊമോഷൻ കൊടുക്കുക. പ്രൊമോട്ട് ചെയ്ത് നമുക്ക് ലൈക്ക് കൊണ്ടുവരാം. ഓക്കെ, അതിനാണ് നമ്മൾ അതാണ് പഠിക്കാൻ പോണത്. പൈസ കൊടുത്ത് ഇത് ഓർഗാനിക് വേലാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സുൽഫി അതിലൊരു ഫോട്ടോസ് ഒക്കെ ഇട്ടു. ഈ ഫോട്ടോസ് ആരും കാണുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് ഈ ഫോട്ടോസിന്റെ എൻഗേജ്മെന്റ് കൂട്ടാം. നമ്മുടെ പേജിന് ലൈക്ക്, പേജിന്റെ ഫോളോവർ കൂട്ടാം, പേജിലിടുന്ന പോസ്റ്റിന്റെ എൻഗേജ്മെന്റ് കൂട്ടാം. എൻഗേജ്മെന്റ് കൂട്ടാന്ന് പറഞ്ഞാൽ ലൈക്ക്, കമന്റ്, ഷെയറിങ് കൂട്ടാം പെയ്ഡ് ചെയ്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല, ക്ലിയർ ആണ്, മനസ്സിലായി. പൈസ കൊടുത്ത് ചെയ്യാം. ക്ലിയർ ചെയ്യാം. അപ്പൊ അതിനാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളുടെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൊണ്ട് മാത്രം ലൈക്ക് ചെയ്യിപ്പിക്കാം. ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് അത് കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിമയുടെ മാറ്റിന്റെ ബിസിനസ്സാണ് ഫാത്തിമ പാലക്കാട് ചെയ്യണേ. ആ പാലക്കാട് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ മാത്രം നിങ്ങളുടെ ആഡ് കാണിക്കാം. അതാണ് ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് പഠിക്കണ്ടേ. ഇപ്പൊ സുൽഫി എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സുൽഫി ടാർഗറ്റ് ചെയ്തത് UAE ആണെങ്കിൽ അത് നിങ്ങൾ കൃത്യം പഠിക്കണം. ആരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, അവരുടെ ബിഹേവിയർ, ഇൻട്രസ്റ്റ്,
ഡെമോഗ്രാഫിക്സ്. ഇപ്പൊ ഫാത്തിമയുടെ ആണെങ്കിൽ ഫാത്തിമയുടെ മാറ്റിന്റെ ആണെങ്കിൽ അത്യാവശ്യം മനസ്സിലാക്കണം. ഒരു 35 ആയപ്പോൾ ആൾക്കാരാണ് ഇത് വാങ്ങണേ, ഫാമിലിയാണ്, കുട്ടികളല്ല അത് ടാർഗറ്റ് ചെയ്യണ്ടേ, ഇന്ന ലൊക്കേഷനിലുള്ളവരാണ് കൂടുതൽ വാങ്ങണേ. അപ്പൊ ആ ലൊക്കേഷനുള്ളവർ മാത്രം നമ്മുടെ ആഡ് കാണിക്കുക, ആ ഏജിലുള്ളവര്. അങ്ങനെയാണ് ആ സാധനം നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത ലെവലിൽ കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾ മാർക്കറ്റിങ്ങിലായാലും ശരി, നമ്മൾ ചില കാര്യങ്ങൾ ട്രൈ തന്നെ ചെയ്യണം. ട്രൈ ചെയ്തപ്പോൾ ഫെയിൽ ആവും, വീണ്ടും ട്രൈ ചെയ്യാം, ഫെയിൽ ആവും, വീണ്ടും ട്രൈ ചെയ്യാം. അങ്ങനെയാണ് അത് കറക്റ്റ്. നമുക്ക് ഇതിനൊന്നൊരു റെഡിമെയ്ഡ് സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നാളെ തന്നെ നിങ്ങളുടെ ബിസിനസ് 10 ടൈംസ് കൂടുന്നു ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളതിൽ കുറെ കാര്യങ്ങൾ വെച്ച് പുതിയതായിട്ട് ട്രൈ ചെയ്ത് കറക്റ്റ് അങ്ങനെയാണ് അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തണേ. ക്ലിയർ ആവണ്ടോ? ഇനി നമുക്ക് ഫേസ്ബുക്ക് വഴി എൻക്വയറി, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് സുൽഫിയും ഹൃദിക്കും നമ്മുടെ ആഡ് കണ്ടിട്ട് വാട്സപ്പ് ചെയ്യായിരുന്നു, ശരിയാണോ? അതെ. അതെങ്ങനെ ക്യാമ്പയിൻ ചെയ്യാം, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫേസ്ബുക്ക് വഴി കോൾ ചെയ്യാം. ആഡ് കണ്ടിട്ട് കോൾ ചെയ്യുമ്പോൾ കോളിലേക്ക് പോകും. അപ്പൊ ചില മേഖലയിൽ വാട്സപ്പ് ക്യാമ്പയിൻ വർക്ക് ആവും, ചിലയിടത്ത് വാട്സപ്പ് ക്യാമ്പയിൻ വർക്ക് ആവാത്തുണ്ടാവാം. വാട്സപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം അറ്റ്ലീസ്റ്റ് നമ്പർ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ചില ഡേറ്റ ഉണ്ട്, ഇപ്പൊ സുൽഫിക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ചില ഡേറ്റനെ വിളിക്കുമ്പോൾ നമ്പർ റോങ് ആയിരിക്കും, ചിലപ്പോൾ കോൾ പോലും പോവില്ല. അപ്പൊ അതെങ്ങനെയാണ് ചില കാര്യങ്ങൾ അവിടെ എങ്ങനെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം, കറക്റ്റ് ചെയ്തെടുക്കാം. അതൊക്കെയാണ് നമ്മൾ ഞാൻ അടുത്ത് ഫേസ്ബുക്കിൽ പഠിക്കാൻ പോണത്. പെയ്ഡ് ക്യാമ്പയിൻ ആണ്, ഇത് നല്ല രസമാണത്. പക്ഷെ അത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ പേജ് ഒന്നും കൂടി കറക്റ്റ് ആക്കാൻ നോക്കണം. പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അത് സാധാരണ കേട്ടോ. എനിക്ക് തോന്നുന്നു എന്നെ നോക്കട്ടെ. ഒരു സെക്കൻഡ്. പുതിയ അക്കൗണ്ടിന്റെ ആണ് അത് പേജ് ഉണ്ടാക്കാൻ പറ്റാത്ത. ഞാൻ പറഞ്ഞില്ല, ചില ഓരോന്നിനും അക്കൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതേപോലെ നമ്മുടെ പഴയ സ്റ്റുഡൻസിന് ഇതുപോലെ ഇതേ പ്രോബ്ലം ഫേസ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ പിറ്റേ ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാ ചെയ്യേണ്ടതെന്ന് അറിയാം. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. നിങ്ങൾ എന്തുകൊണ്ടാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇപ്പോഴാണ് എനിക്ക് കിട്ടി, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. കറക്റ്റ്. നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ശ്രുതി ഫാത്തി കേക്കണ്ടോ? കേട്ടു. നിങ്ങൾ 5-8 ഫ്രണ്ട്സിനെ കണക്ട് ചെയ്ത് 2-3 പോസ്റ്റ് ഇടും. അപ്പൊ നിങ്ങൾക്ക് എനേബിൾ ആവും. നിങ്ങൾ ഒറ്റ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ, ആരെയും കണക്ട് ചെയ്തിട്ടില്ല. അതെ, അപ്പൊ നിങ്ങൾ അതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അവർക്ക് ഇത് നിങ്ങൾ കണക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ 1-2 പോസ്റ്റുകൾ ഇടുക. അപ്പൊ അത് എനേബിൾ ആയിക്കോളും. അത് തന്നെയാണ് അന്ന് അങ്ങനെയായിരുന്നു അവർ ചെയ്തത്. പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടാണത്. ഓക്കെ, അപ്പൊ അത് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പേജ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ നാളെ ഇതിന്റെ പെയ്ഡ് സാധനമാണ് കാണിക്കുന്നത്. അതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ പെയ്ഡ് നിങ്ങൾ തന്നെ അതിശയിക്കണം. പെയ്ഡ് ആരായാലും ഫുൾ ആഡാണ് ചെയ്യുന്നത്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ആ പെയ്ഡ്. ഓക്കെ, വേറെ എന്തെങ്കിലും കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയോ? ഫേസ്ബുക്കും ഹൃതിക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടണ്ടോ? കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. കുറച്ചും കൂടി ചെയ്യാം. ഈ പേജുകളൊക്കെ നാളെ വരുമ്പോൾ ഒന്നും കൂടി മനോഹരമായിട്ട് ഉണ്ടാക്കാം. കുറെ പോസ്റ്റുകൾ ഇടാം. ഇതിലുള്ള ആ പോസ്റ്റുകളും കാര്യങ്ങളും, ലൈക്ക്, കമന്റ്. ഇപ്പൊ ഞാൻ റിവ്യൂ ഇട്ടപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ മനസ്സിലായി എങ്ങനെയാണ് റിവ്യൂ വരണത്. ലൈക്ക് ഇട്ട് ഫോളോ ഇട്ട് ചെയ്ത് പോലും, അതോ നിങ്ങൾ തന്നെ ഓരോ പോസ്റ്റുകളുടെ ലൈക്ക് ഇടുക, കമന്റ് ഇടുക, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പൊ അവർ നോട്ടിഫിക്കേഷൻസ് വരും. ഇതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ പല ആക്ടിവിറ്റിയും ചെയ്യണം.
അപ്പോഴാണ് നിങ്ങൾക്ക് അത് ഫീൽ കിട്ടും. ഫീൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റുകൾ കിട്ടി പോകും. ഓക്കെ, അപ്പോ ഫാത്തിമേനെ നാളെ ഓർപ്പിക്കണോട്ടോ പേജിന്റെ ആക്സസ്. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല. അല്ല സർ. വേറെ ഒന്നുമില്ല സാർ.